വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ, അടിപൊളി ചിക്കൻ പുലാവ് കേട്ടോ, ആവി പറക്കണ്. ഇപ്പോൾ ഉണ്ടാക്കി നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് മാറ്റിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈദ് സ്പെഷ്യൽ ചിക്കൻ പുലാവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, വേഗം ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒരു 10-20 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലക്കായ, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് ചെറിയ ജീരകം, അതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 2 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലിട്ട് കൊടുക്കുക. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് ഒരു നുള്ള് ഉപ്പാണ്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നല്ല മൂത്ത് വരണം കേട്ടോ. മൂത്ത് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ഗാർലിക്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. പേസ്റ്റോ ചതച്ചായാലും മതി. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, നല്ല എണ്ണയിൽ മൂത്ത് വരണം. അതിന് ശേഷം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതിലിട്ടിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് പാകത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കാശ്മീരി ചില്ലി ഓപ്ഷനാണ്. നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇടാം. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല നാടൻ തൈരാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് നാടൻ പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഒരു 2 ടീസ്പൂണ് പുളി അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് അതിനൊന്ന് വേവിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് നേരത്തെ ഒരു തക്കാളി നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ ഗൈസ്, അതിലോട്ടൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് കൊടുക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 70% വേവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മേലെ പുതിന ഇല ഇട്ട് കൊടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക. അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ വെച്ചിട്ടുണ്ടായിരുന്ന പുലാവിനെ അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. ഇതാണ്ടോ, അടിപൊളി. എൻ്റെ പൊന്നോ, എന്താ ആവിയൊക്കെ പറക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. കണ്ടോ, ചോറൊക്കെ കണ്ടോ, ഒട്ടിയിട്ട് പോലുമില്ല, നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോകാം കേട്ടോ. കണ്ടോ, ചിക്കനൊക്കെ കണ്ടോ, ഇത് നോക്കി, അതങ്ങനെ പൂ പോലെ വരുന്നുണ്ട്. ചിക്കനല്ലോ, നമ്മളിവിടെ തക്കാളി ചട്നി കേട്ടോ, അടിപൊളി. ഈ ചട്നി ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണെന്നുള്ളത് പറയുന്നില്ല. അതുകൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ആ ചോറും ഈ വെന്തങ്ങനെ ചിക്കനും നല്ല ചൂട് ആവി പറക്കണം. ഇപ്പോൾ എടുത്തേ ഉള്ളൂ, ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ സാറേ, ഇത് സാധനം ഓരോ മസാല ഇല്ലാത്ത സാധനം ഉണ്ടാവും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. സാധനം കിട്ടുമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല വിശക്കണം. ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.